ആത്മീയ പ്രേക്ഷകർ തമ്മിൽ തരുന്ന പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അച്ചുമാമയും നമ്മുടെ പ്രതിപക്ഷ നേതാവ് തൊമ്മഞ്ഞാണി ചെയർമാൻ. എന്തായാലും നമ്മുടെ അച്ചുമാമയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം മിസ്റ്റർ അച്ചുമാമ. അദ്ദേഹം വളരെ തിരക്കുള്ള ആളായിട്ടും നമ്മളെ ക്ഷണം സ്വീകരിച്ച് വളരെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഹർഷാരവത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശരേ, ഇത്രയും തിരക്കുണ്ടായിട്ടും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് താങ്കൾക്ക് നന്ദി പറയുക. സഹോദരി സഹോദരന്മാരെ, നിങ്ങളോടെല്ലാവരോടും എനിക്ക് അതിലേറെ നന്ദിയുണ്ട്. മറ്റൊന്നിനുമല്ല, ഇത്രയും കാലം എന്നെ മുഖ്യമന്ത്രിയാക്കാം എന്നും പറഞ്ഞ് എനിക്കിട്ടാക്കിയതുപോലെയാക്കാതെ ശരിക്കും ഒന്നാക്കി തന്നതിന് നന്ദിയുണ്ട്. ഓക്കെ സാർ, ഇപ്പോ കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പ് താങ്കളുടെ ഭരണത്തിന്റെ ഒരു സംഭവം താങ്കൾ പറഞ്ഞില്ലേ, ഒരു വിലയിരുത്തൽ, അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? വിലയിരുത്തലാകുമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇതുപോലൊരു വിലയില്ലാതെ വിലയിരുത്തും എന്ന് ഞാൻ കരുതിയില്ല. താങ്ക് യു സാർ. എന്നാലും അടുത്ത ചോദ്യം ചോദിക്കണം, ഒന്ന് തോന്നരുത്. താങ്കളെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിരിക്കാൻ, അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? പോളിറ്റ് ബ്യൂറോയിൽ ഇരുന്ന് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വരെ ഞാൻ തരം താന്നു. അതിൽ കൂടുതൽ പാതാളം വരെ താഴാൻ ഞാൻ മാവേലിയൊന്നുമല്ലടോ. ചെങ്കോലി മോഹൻലാൽ പറയുന്ന ഡയലോഗാണല്ലോ. അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു. ഇന്ന് എനിക്ക് ഈ ഗതികേട് വന്നപ്പോ ഞാൻ ഈ ഡയലോഗ് പറയുന്നു. നാളെ നിങ്ങൾക്കും ഇങ്ങനെ ഗതികേടുകൾ വരാം. അതുകൊണ്ട് ഡയലോഗുകൾ കാണാപ്പാഠം പഠിച്ചോ, ഉപകാരം. എന്തായാലും എല്ലാവരും ഈ ഡയലോഗ് പഠിക്കുന്നത് നല്ലതാണ് സാറേ. എന്നാൽ നമ്മുടെ തൊമ്മഞ്ഞാണി സാർ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ. വെൽക്കം മിസ്റ്റർ തൊമ്മഞ്ഞാണി സാർ. അദ്ദേഹം വളരെ പ്രതിപക്ഷ നേതാവാണ്, ഒരുപാട് തിരക്കുള്ള ആളാണ്. സാറും സഹകരിച്ചു കൊള്ളണം. ഓക്കെ സാർ. സാറേ, കൈ ഉയർത്തി നമ്മുടെ ജനതയെ ഒന്ന് അഭിവാദം ചെയ്യാം. അഭിവാദ്യം ചെയ്യുന്നതിന് മുമ്പ് എന്താ കൈ കെട്ടിവെച്ചിരിക്കുന്നത്? എന്ത് പറ്റി സാറേ? വേറൊന്നുമല്ല, ഞാൻ വന്നത് ഫ്ലൈറ്റിനാണ്. ഞാൻ അങ്ങാനും ഉറങ്ങിപ്പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടെ കയറാതിരിക്കാൻ മനഃപൂർവ്വം കെട്ടിയിട്ടതാണ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. സാറേ, ഈ കഴിഞ്ഞ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാ? ഈ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പലർക്കും വളരെ സന്തോഷമുണ്ടായി. പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെയാണ് ഉദ്ദേശിച്ചല്ലേ? ഓക്കെ, കുഴപ്പമില്ല സാറേ. സാറേ, വേറൊരു കാര്യം പേഴ്സണലായിട്ട് താങ്കളോട് ചോദിക്കാൻ. നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ, അതിനെക്കുറിച്ച് പറയുവാൻ കേരളക്കാരുടെ ഒരു സ്വപ്നമാണത്. അതിനെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് താങ്കൾ ഡൽഹിയിൽ പോയിരുന്നത്? ഞാൻ പോകാത്തത് വേറെ ഒന്നുമല്ല, ഞാൻ അവിടെ ചെന്ന് സംസാരിക്കണമെങ്കിൽ എനിക്ക് ഹിന്ദി അറിയണമല്ലോ. ഹിന്ദി അറിയില്ലേ താങ്കൾക്ക്? ഹിന്ദി നല്ലിയാക്കൊരു ഹിന്ദി അറിയാൻ പാടില്ല. താങ്കൾക്ക് ഹിന്ദി അറിയാം? ഹിന്ദി ഹമാരെ രാഷ്ട്രഭാഷ. അയ്യോ, നന്നായിട്ട് അറിയുന്നു. ഏതായാലും രണ്ട് ചോദ്യം ചോദിച്ചു സാറേ. ഹിന്ദിയിൽ പേനയിൽ കലം എന്ന് പറയും, പെൻസിൽ എന്ന് പറയും, ചട്ടി എന്ന് പറയും. അയ്യോ സാറേ, 50 വെച്ചാൽ 50, 60 എന്ത് പറയും? മഞ്ഞാസ്. എന്റെ ദൈവമേ സാറേ, കല്ലെന്ന് വെച്ചാൽ ഇന്ന്, നാളെ എന്ത് പറയും? കരിങ്കല്ല്. വെരി ഗുഡ്. താങ്കൾക്ക് ഹിന്ദി അറിയാം, എല്ലാവർക്കും മനസ്സിലായി. ഇതിലും ഭേദം ഹിന്ദി എനിക്കറിയാം. താങ്കൾ പറയും. പിന്നെ എന്നാൽ ഏത് കൊച്ചുകുട്ടിയും വളരെ നിസ്സാരമായി ഉത്തരം പറഞ്ഞ ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കാൻ. കുമാരൻ നമ്മുടെ പറവൂർ ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ? നമ്മുടെ വെരി ഗുഡ്. താങ്കൾ ഡൽഹി പോയിരുന്നത് നന്നായി, സത്യം പറഞ്ഞു. ഓക്കെ സാറേ, ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. താങ്കൾ ചോദിക്കുന്നു, താങ്കൾ ഉത്തരം പറയുന്നു. ഓക്കെ, ആദ്യം താങ്കൾ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം എന്റെ ആയിക്കോട്ടെ. കുരങ്ങിനെ കാണാൻ എന്തു ചെയ്യണം? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കുരങ്ങിനെ കാണാൻ എന്ത് ചെയ്യണം? കുരങ്ങിനെ കാണാൻ കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മതി. ഓക്കെ, കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മതി സാറേ. അങ്ങോട്ട് പോകണ്ട, ചാണ്ടിയൊന്നു കണ്ണാടി നോക്കിയാൽ മതി കാണാൻ. അച്ഛമ്മ നോക്കുമ്പോ കാണുന്ന കുരങ്ങനെന്ന് കരുതി എല്ലാവരും നോക്കുമ്പോ കാണുന്ന കുരങ്ങനായിരിക്കണം എന്നില്ല. ഞാൻ നോക്കുമ്പോ കണ്ടത് നല്ല സിംഹത്തെയാണ്. സിംഹത്തെ കണ്ടു സാറേ. അത് ശരിയായിരിക്കും. അത് ഈ തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും. പാലക്കാട് നിന്ന് തമിഴ് ലോറിയിൽ വൈക്കോല് കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത്? പിന്നെ ചോദിക്കാം. അതായത് ഇദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ
പിണറായിരിക്കുന്നു. ഇദ്ദേഹം എന്ത് ചെയ്യും? ഓക്കെ, താങ്കൾ പാർട്ടി ഓഫീസിൽ ചെല്ലുന്നു, അവിടെ പിണറായിരിക്കുന്നു, താങ്കൾ എന്ത് ചെയ്യും? മനുഷ്യന് മനസ്സിലാക്കാവുന്ന ചോദ്യം. ചോദിക്കാം, മനസ്സിലാകുന്ന രീതി ചോദിക്കാം. ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ ഒരു സിംഹം ഇരിക്കുന്നു, ഇദ്ദേഹം എന്ത് ചെയ്യും? അതെ, താങ്കൾ ഒരു കാട്ടിൽ ചെല്ലുന്നു, അവിടെ സിംഹം നിൽക്കുന്നു, താങ്കൾ എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യില്ല, എല്ലാം സിംഹം ചെയ്തോളും. പൊറോട്ട കീറുന്ന പോലെ കീറിത്തരും, പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഓക്കെ സാർ, ഈ രാഷ്ട്രീയക്കാർ പൊതുവെ കലാകാരന്മാരല്ലെന്നൊരു അഭിപ്രായം അസൂയക്കാര് പറഞ്ഞോണ്ട് പറയാണോ? ഞാൻ അസലായിട്ട് പാട്ട് പാടും. താങ്കൾ പാട്ട് പാടും? നമ്മുടെ തൊമ്മൻചാണ്ടി സാർ പാട്ട് പാടും. ഓക്കെ, ഏത് പാട്ടാണ് താങ്കൾ പാടാൻ പോകും? എന്റെ മനസ്സില് ഇദ്ദേഹത്തിന്റെ ഭഗവാന്റെ പരിവേഷമാണ്. നമ്മുടെ അച്ചുമാമ. അതെ, ആ ഒരു ഭഗവാനോട് ഒരു ഭൃത്യന്റെ യാചന, അവന്റെ സംശയമാണ് ഈ പാട്ടിലൂടെ ഉരുത്തിരിയുന്നത്. ഓക്കെ, എന്നാൽ ആ പാട്ടൊന്ന് കേട്ടിട്ട് തന്നെ കാര്യം. ഓക്കെ, താങ്കൾ പാടിക്കും. ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊക്കെ ശ്രീകൃഷ്ണ ഭവൻ നിന്നോളൂ, ധൈര്യമായിട്ട് നിന്നോളൂ. ചെയ്യാത്ത കുഴപ്പമുള്ളൂ. അപ്പോഴേക്കും ഭഗവാൻ. ഓക്കെ, മ്യൂസിക് അത് ഒടിച്ചെടുക്കും. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അയ്യോ, എന്ത് പറ്റി സാറേ? സാധാ കേട്ട് കുറെ നാളെ ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. എന്തേ മാമനു കറുപ്പു നിറം? അയ്യോ, നടക്കട്ടെ. എന്തേ മാമനു കറുപ്പു നിറം? എന്തേ മുഖ്യനിത്ര കറുപ്പു നിറം? മൂന്നാറിൽ കറങ്ങിയതിനാലോ പെരിയാറിൽ കുളിച്ചതിനാലോ അച്ചുമാമേ ചൊല്ലു നിൻ സ്വന്തം പാർട്ടിക്കാർ കരുതേച്ചതാണോ? എന്തേ മാമനു കറുപ്പു നിറം? പാട്ടൊക്കെ ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കറുപ്പ് നിറം കൂടിപ്പോയെന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. കാരണം കറുപ്പിന് 7 എന്നാ പറയുന്നത്. ബാക്കി 93 വെളുപ്പിനാ. ഓക്കെ ഷാരെ, അതേ ഒരു പാട്ട് പാടിക്കാൻ നമ്മൾ തോറ്റു കൊടുക്കാൻ പിന്നോട്ട് പോരുത്. ഒരു കാഴ്ച കണ്ടു. പിന്നെ ഞാൻ കറുത്തു പോയതാണല്ലോ കേരളത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. അതെ, എന്നെ കുറിച്ച് പാടാൻ എന്റെ കൂടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ എന്നെ കുറിച്ച് പാടാൻ പിടിച്ചോ. ഓക്കെ, നമ്മുടെ അച്ഛമ്മ പാട്ട് പാടാൻ വന്ന് കേക്കട്ടെ. പൈനാപ്പിൾ സുന്ദരനല്ല, സൂപ്പർ. ഇതുപോലെ ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. പൈനാപ്പിൾ സുന്ദരനല്ല, ബ്രോയിലർ ചിക്കനുമല്ല, മുടി വെട്ടാതെ നടക്കുന്നൊരാളല്ല. എല്ലാം വെട്ടി നിരത്തി ഭരണത്തിൽ കേറിയ ജഗവനാണ്. പാർട്ടി പറയണ കേട്ടി നടക്കണ സോദരനാണ്. പിണറായിയുമായി പിണങ്ങി നടക്കണ ഒന്നാമനാണ്. ചുമ മണ്ണ് പെരിപ്പിച്ച് തോളത്ത് കെട്ടണ സുന്ദരനാണ്. കലക്കി സാറേ. ഇനി എന്തെങ്കിലും കലാവാസന താങ്കൾ ഒളിഞ്ഞെടുപ്പെട്ടു? പിന്നെ ഞാൻ അടിപൊളി മിമിക്രി താരമല്ലേ. മിമിക്രി പറയോ? ഓക്കെ, എന്താണ് താങ്കൾ പറയാൻ പോകുന്നത്? മിമിക്രിയിൽ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം. സിനിമാ താരങ്ങളുടെ ശബ്ദം കൊള്ളാതെ. ആരുടെ ശബ്ദമാണ് ആദ്യം അനുകരിക്കാൻ പോകുന്നത്? ആദ്യമായി അനുകരിക്കാൻ പോകുന്നത് ഭരത് മമ്മൂട്ടി. സാറേ, കളിയൊക്കെ ഈ മമ്മൂട്ടി അനുകരിക്കാൻ പ്രത്യേക കാരണമൊന്നുമില്ലണ്ട് സാറേ. പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്നിട്ട് ലാൽ സലാം ലാൽ സലാം എന്നിങ്ങനെ പറയാതെ ലാൽ സലാം ലാൽ സലാം എന്തായാലും കണ്ടുകളെ. നമ്മുടെ അച്ചുമാമ ആകെ മമ്മൂട്ടി അനുകരിക്കാൻ പോകുന്നു. കണ്ടുകളെ എന്തായാലും. സാറേ, ആക്ഷൻ ഒക്കെ എടുക്കേണ്ടത് പോലെ. സൂപ്പർ ആക്ഷൻ, മമ്മൂട്ടിയാണെന്ന് തോന്നുള്ളൂ കണ്ടാൽ. വെരി ഗുഡ് സാറേ. അയ്യോ, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ബസ് പോകും. ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും. പാലാരി വട്ടം മൂന്നാറ് കയ്യേറിയവരുടെ നേരെ മെക്കിട്ട് കയറിയവൻ ചന്തു. സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന ഓവർ സ്മാർട്ടായവൻ ചന്തു. ഇനിയും കേരളത്തെ കൂടുതൽ വികസിപ്പിക്കാൻ വികസന വിരോധിയായ ചന്തുവിന്റെ ഭരണം ഇനിയും ബാക്കി. മടങ്ങിപ്പോ മടങ്ങിപ്പോ മടങ്ങിപ്പോടോ.
സാറേ കളിയാക്കി സൂപ്പർ ആയിട്ടുണ്ട് സാറേ, സൂപ്പർ സൂപ്പർ. ഈ താങ്കൾക്ക് എന്തെങ്കിലും അനുകരിക്കാൻ പറ്റും? എന്റെ രൂപത്തിനും ഭാവത്തിനും പറ്റിയ ഒരു സൂപ്പർ സ്റ്റാർ ആരാണത്? ശിവാജി. ശിവാജി ഒരു പഴയ നടനല്ലേ സാറേ? അതല്ലടോ ശിവാജിയായിട്ട് അഭിനയിച്ച രജനികാന്ത്. രജനികാന്ത്. ഓക്കെ, നമ്മുടെ തൊമ്മഞ്ഞാടി സാർ രജനികാന്തിന് അനുസരമാക്കുന്ന കണ്ടുകളെ നമുക്ക് എന്തെങ്കിലും കണ്ടേ. സൂപ്പർ ആക്ഷൻ. എന്താടോ അതൊരു എഫക്ട് കൊടുത്തതാ. என் பேரு மஞ்சு. எனக்கு ஒரு பேர் இருக்கு, சாண்டி. இந்த சாண்டியோட தர்மம் சொன்னா 100 ദിവസത്തിനുള്ളിൽ അത് നടത്തി കൊടുക്കും. അതാണ് ചാണ്ടി. ഓക്കെ സാർ, നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി എന്റെ വക ഒരു കുസൃ ചോദ്യമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചു കണ്ടവൻ അച്ചു വേണ്ട. താങ്കൾ സാറോടെ പുതുപ്പള്ളി. പുതുപ്പള്ളി കണ്ടവൻ പള്ളി വേണ്ട. പള്ളി കണ്ട ഒരു കുസൃ താങ്കൾ ചോദിക്കാം. കൊയിലാണ്ടി കണ്ടവനെ വൃത്തികേട് പറയാൻ മാത്രം ബാധർക്കുന്ന ഒരു വ്യക്തിയാണ് സാറേ. ഇത് പ്രശ്നമാക്കണ്ട, താങ്കൾ ഒരു നല്ല ചോദ്യം ഞാൻ ചോദിക്കാം. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള ഡീസന്റ് ആയിട്ടുള്ള ചോദ്യം. അതെ. ചുണ്ടും ചുണ്ടും ചേർന്നാൽ എന്ത് സംഭവിക്കും? അയ്യോ സാറേ, ഈ ചുണ്ടും ചുണ്ടും ചേർന്നല്ല എല്ലാവരും ഇംഗ്ലീഷ് സിനിമയിലെ കാണുക സാറേ. അതല്ല, ചുണ്ടും ചുണ്ടും ചേർന്നാൽ വായടയും. അയ്യോ ശരിയല്ലോ സാർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ കൊച്ചു കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത്, അവരോട് ചോദിക്കാൻ പറ്റിയ ഒരു കുസൃതി ചോദ്യം. ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല ചോദ്യം. ഓക്കെ ഓക്കെ, അണ്ണാന്റെ അതാണ് നമുക്ക് വേണ്ടത്. അണ്ണാന്റെ ചോദ്യം ചോദിക്കും. അതെ, അണ്ണാന്റെ കയ്യിൽ നിന്ന് ലതു പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അത് ഏത്? സാറേ ഉത്തരം പറയുന്നത് താങ്കളാണ്. അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ. അത് എന്താണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ ലത്? ഉത്തരവില്ലേ? നാണമില്ലടോ ചാണ്ടി ഇത്തരം വൃത്തികെട്ട ചോദ്യം ചോദിക്കാൻ. കാര്യം അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല അതേതെന്ന് ഈ പറവൂർ നിവാസികൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്കും അറിയാം സാറേ. പക്ഷേ പറവൂരുള്ള ഈ സമ്പന്നമായ സദസ്സിന്റെ മുമ്പിൽ വെച്ച് അതിനെ കുറിച്ച് പരസ്യമായി ഞാൻ പറയില്ല. അതെ സാറേ, എന്ത് പറയുന്നു? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനെ കുത്തരുത്. ഞാൻ കൊഞ്ഞനം കുത്തി കാണിച്ചതല്ല, എന്റെ മുഖം സ്വതവേ അങ്ങനെയാണ് സാറേ. ഓക്കെ, എന്തായാലും അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞില്ലേ, മാന്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ അതിനെ കുറിച്ച് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചവിട്ടിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. എന്റെ ചുവട്ടിൽ? അയ്യേ, ഞാൻ പോയി പറയണോ സാറേ? അദ്ദേഹം പറഞ്ഞത് അയ്യേ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞാൻ ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിയാണ്. മാങ്ങാണ്ടിയായിരുന്നു ഞാൻ വിചാരിച്ചു. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രശ്നം. ഇദ്ദേഹം ഒന്ന് പറയും, ഇദ്ദേഹം വേറൊന്ന് വിചാരിക്കും. ഇങ്ങനെ പോയാൽ ഈ കേരളം ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ല. ഗുഡ് ബൈ.